ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി കുഴുവേലിപ്പടി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല പ്രൊജക്റ്റിലാണ് നമ്മൾ എന്നുള്ളത്. 3 സെൻറ്റ് മുതൽ 4.5 സെൻറ്റ് വരെയുള്ള വില്ലകൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ വില്ലകളിൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വില്ലയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. കൂടാതെ എയർപോർട്ട് സീപോർട്ട് റോഡിലേക്ക് 5 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം വെറും 700 മീറ്ററുമാണ്. ഈ വില്ലകളുടെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. ഈ വീട്ടിലെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൃത്യമായി വടക്ക് കിഴക്ക് മൂലയിൽ തന്നെയാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച 4 മീറ്ററോളം വീതിയുള്ള വലിയ വഴി തന്നെയാണ് വീടിന് മുന്നിലായി ഉള്ളത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റ് തുറന്നാൽ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീട്ടിലെ ഡെഡിക്കേറ്റഡ് കാർ പാർക്കിംഗ് ഏരിയയാണ്. മുറ്റം മുഴുവനായി തന്നെ കടപ്പാ കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീടിന് മുൻവശത്തായി വുഡൻ ഫിനിഷിലുള്ള ക്ലാഡിംഗ് സ്റ്റോണുകൾ കൊടുത്തിരിക്കുന്നത് കാണാൻ ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ്. മൊത്തമായി തന്നെ ഗ്രാനൈറ്റിൽ തീർത്ത ചെറിയൊരു സിറ്റ് ഔട്ടും നമുക്കിവിടെ കാണാം. സിറ്റ് ഔട്ട് വരുന്ന ഭാഗത്ത് പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്ക് ഈ വീടിന്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം നീളവും വീതിയുമുള്ള സൗകര്യമുള്ള ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു TV യൂണിറ്റും ഇവിടെ നമുക്ക് കാണാം. വുഡൻ ഫിനിഷിലുള്ള പെയിന്റിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് സീലിംഗ് വർക്കും ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങിമാറി തന്നെ ഒരു എലഗൻ ലുക്കിൽ തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രീമിയം ലുക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ഗോൾഡൻ കളർ വാഷ് ബേസിനും പില്ലർ കോക്കുമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ കിച്ചണിലേക്കാണ്. മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു പാർട്ടീഷൻ വർക്ക് തന്നെയാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസിലായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനോഹരമായൊരു ഹാങ്ങിങ് ലൈറ്റും കിച്ചന് മുന്നിലായി പ്ലേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. വുഡൻ ഫിനിഷ് വരുന്ന ടൈലുകളാണ് കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വില കൂടിയ നാനോ വൈറ്റ് ടൈലുകളാണ് കിച്ചൺ ടോപ്പായി ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചന് പുറമെയായി മനോഹരമായൊരു വർക്ക് ഏരിയയും ബിൽഡർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഷീറ്റിട്ട് കവർ ചെയ്ത് നല്ല രീതിയിൽ തന്നെ കബോർഡ് വർക്കൊക്കെ കൊടുത്ത് അതിമനോഹരമാക്കി തന്നെയാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്ക് ഈ വീട്ടിലെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 13.5 അടിയോളം നീളവും 11 അടിയോളം വീതിയും വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതോടൊപ്പം തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. വളരെ സ്റ്റാൻഡേർഡായി തന്നെ ഈ റൂമിൽ ചെറിയൊരു സീലിംഗ് വർക്കും ചെയ്തിരിക്കുന്നു. നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഹിൻഡ്വെയർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ മുഴുവനായി യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോയി നോക്കാം. മുഴുവനായി തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തീർത്തൊരു ഹാൻഡ് റെയിലുകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിനോടൊപ്പം വുഡൻ ഹാൻഡ് ടോപ്പ് കൂടി വന്നപ്പോൾ സ്റ്റെയർ കേസിന്റെ ഭംഗി അതിമനോഹരമായി.
സ്റ്റെയർവേയിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള അതിമനോഹരമായൊരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഷാൻലിയറൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടെറസിലും ഭിത്തിയിലുമായി കൊടുത്തിരിക്കുന്ന വെന്റിലേഷനിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ സൺലൈറ്റ് വീടിനകത്തേക്ക് നമുക്ക് ലഭ്യമാണ്. അപ്പർ ലിവിംഗ് ഏരിയയുടെ ഒരു കോർണറിലായി വർക്ക് സ്പേസ് ആയോ സ്റ്റഡി ടേബിളായോ യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ചെറിയൊരു കബോർഡ് വർക്കും ഇവിടെ നമുക്ക് കാണാം. വുഡൻ ഫിനിഷിലുള്ള നല്ല ഭംഗിയുള്ള ഒരു സീലിംഗ് വർക്കും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് കണ്ടു നോക്കാം. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് ഈ വീടിന്റെ ടെറസിലേക്ക് പോകാനുള്ള എൻട്രൻസും. ഇനി നമുക്ക് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 10 അടി നീളവും 10 അടി വീതിയുമുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. കൂടാതെ 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഇവിടെ നൽകിയിട്ടുണ്ട്. മനോഹരമായൊരു സീലിംഗ് വർക്കും ഈ റൂമിലും നമുക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. വുഡൻ ഫിനിഷിലുള്ള ടൈലുകളാണ് ഈ ബാത്റൂമിൽ നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ മൂന്നാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. താഴത്തെ നിലയിലേതുപോലെ തന്നെ 13.5 അടിയോളം നീളമുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത്. അതോടൊപ്പം തന്നെ 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് ഈ റൂമിലും കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ റൂമിലും നല്ലൊരു സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അടുത്തതായി നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാനത്തെ ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. നീളം കൂടുതൽ വരുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ബാൽക്കണി മുഴുവനായി തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ടഫൻ ഗ്ലാസ് ഇട്ട് ഭംഗിയാക്കി തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വീടിൻ്റെ വിലയെ പറ്റി ഒന്ന് നോക്കാം. 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് പണിതിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 68 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.